കരിമണ്ണൂരിൽ മഹാജൂബിലി സ്മാരകമായി പുനർനിർമ്മിച്ചിരിക്കുന്ന സെന്റ് ആന്റണീസ് കപ്പേളയുടെ വെഞ്ചിരിപ്പും പ്രതിഷ്ഠയും തിങ്കളാഴ്ച നടക്കും. വൈകുന്നേരം 5 മണിക്ക് കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ മഹാജൂബിലി സ്മാരകമായി നിർമ്മിച്ചിരിക്കുന്ന കപ്പേള കൂദാശ ചെയ്ത് വിശുദ്ധ ബലി അർപ്പിക്കുമെന്ന് വികാരി ഫാദർ സ്റ്റാൻലി പുൽപ്പറയിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ മാത്യു എടാട്ട് എന്നിവർ അറിയിച്ചു. കരിമണ്ണൂരിന്റെ അനുഗ്രഹ സ്രോതസ്സായി, കത്തോലിക്ക വിശ്വാസത്തിന്റെ പ്രതീകമായി, നാനാജാതി മതസ്ഥരുടെ അഭയകേന്ദ്രമായി കരിമണ്ണൂർ ടൗണിൽ പതിറ്റാണ്ടുകളായി സെന്റ് ആന്റണീസ് കപ്പേള നിലകൊള്ളുന്നു. വിശുദ്ധ അന്തോണീസിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ കപ്പേള ഈ നാടിന്റെ തന്നെ അഭിമാനമാണ്. 1949 അന്നത്തെ വികാരിയായിരുന്ന റവറൻ ഫാദർ ജോസഫ് മാവുങ്കലാണ് കപ്പേള നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. പ്രാരംഭദശയിൽ ഇത് ചെറിയൊരു ഷെഡായാണ് രൂപപ്പെടുത്തിയത്. തുടർന്ന് 1951 റവറൻ ഫാദർ ജോസഫ് നമ്പ്യാപറമ്പിൽ മനോഹരമായ മുഖവാരം കൂട്ടിച്ചേർത്ത് ക്രിസ്തുരാജിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും രൂപങ്ങൾ പ്രതിഷ്ഠിച്ച് കപ്പേള വിപുലീകരിച്ചു. കരിമണ്ണൂർ പള്ളി പണിയുന്നതിന് നേതൃത്വം നൽകിയ നാഗർകോവിൽ സ്വദേശിയായ ആശീർവാദ മേസ്തിരിയും സംഘവുമാണ് കപ്പേളയും നിർമ്മിച്ചത്. പൂർത്തിയായ കപ്പേളയുടെ ആശീർവാദം 1952 അന്നത്തെ മെത്രാനായിരുന്ന മാർ മാത്യു പോത്തനാമൊഴി പിതാവ് നിർവഹിച്ചു. അന്നത്തെ കപ്പേളയുടെ ഏറ്റവും മുകളിലായി ടൗണിനെ അനുഗ്രഹിച്ചു നിന്നിരുന്ന ക്രിസ്തുരാജിന്റെ രൂപം തുരുത്തിക്കര വർക്കി നൽകിയതാണ്. അതിന് താഴെയായി സ്ഥിതി ചെയ്തിരുന്ന വിശുദ്ധ അന്തോണീസിന്റെ രൂപം നൽകിയത് വട്ടക്കാവിൽ മാണിയും കുടുംബവുമായിരുന്നു. കപ്പേളയുടെ സ്ഥലപരിമിതി പരിഗണിച്ച് 2002-2003 കാലയളവിൽ റവറൻ ഫാദർ ജോസ് പീച്ചാട്ടിന്റെ നേതൃത്വത്തിൽ ഇരുവശവും കൂട്ടിയെടുത്ത് കൂടുതൽ സൗകര്യപ്രദമാക്കി. ബലക്ഷയം മൂലം അറ്റകുറ്റപ്പണികൾ അപ്രായോഗികമായതിനാൽ നിലവിലുള്ള കപ്പേള പുതുക്കി പണിയുന്നതിന് തീരുമാനിച്ചു. പുതിയ കപ്പേളയുടെ അടിസ്ഥാന ശിലയുടെ ആശീർവാദം 2024 ഒക്ടോബർ 31 മോൺസിഞ്ഞോർ വിൻസെന്റ് നെടുങ്ങാട്ട് നിർവഹിച്ചു. ഇടവകയിൽ നിന്നുള്ള വൈദികരുടെ സമൂഹബലിക്ക് ശേഷം പുതിയ കപ്പേളയുടെ ശിലാസ്ഥാപനം 2024 നവംബർ 14 വികാരി ഫാദർ സ്റ്റാൻലി പുൽപ്പറയിൽ നിർവഹിച്ചു. മഹാജൂബിലി വർഷമായും തിരുസഭ ആചരിക്കുന്നതിന്റെ സ്മാരകമായിട്ടാണ് കപ്പേള പുനർനിർമ്മിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് കോതമംഗലം രൂപതാ അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ മഹാജൂബിലി സ്മാരകമായി നിർമ്മിച്ചിരിക്കുന്ന കപ്പേള കൂദാശ ചെയ്ത് വിശുദ്ധ ബലി അർപ്പിക്കുന്നതിന് വികാരി ഫാദർ സ്റ്റാൻലി പുൽപ്പറയിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ മാത്യു എടാട്ട് എന്നിവർ അറിയിച്ചു. പ്രിയപ്പെട്ടവരെ, കരിമണ്ണൂരിൻ്റെ ആധ്യാത്മിക സ്രോതസ്സും വലിയ ഭക്തിയുടെ നിറവുമായ നമ്മുടെ സെന്റ് ആന്റണീസ് കപ്പേള 2025 മഹാജൂബിലി സ്മാരകമായിട്ട് പുനർനിർമ്മിച്ചിരിക്കുകയാണ്. ഈ നിർമ്മാണത്തിൽ ഇടവകയുടെയും സമീപവാസികളുടെയും ജാതി മതഭേദമന്യേ എല്ലാവരുടെയും നിർലോഭമായ സഹകരണവും പ്രോത്സാഹനവും ലഭിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഈ കപ്പേള വിശുദ്ധ അന്തോനീസിൻ്റെ നാമത്തിലാണ് സ്ഥാപിതമായിരിക്കുക. വിശുദ്ധ അന്തോനീസ് നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും അതുപോലെ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിനുമായി അനേകായിരങ്ങൾ സമീപിക്കുന്ന വിശുദ്ധനാണ്. പതിറ്റാണ്ടുകളായി ഈ വിശുദ്ധൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ നേടിയവരാണ് കരിമണ്ണൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾ എന്ന് എടുത്തു പറയുന്നതിൽ സന്തോഷമുണ്ട്. മഹാജൂബിലി സ്മാരകമായി പുനർനിർമ്മിച്ചിരിക്കുന്ന ഈ കപ്പേളയുടെ കൂദാശകർമ്മം 2025 മെയ് 5 തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ് നിർവഹിക്കുകയാണ്. പുനർനിർമ്മിച്ചിരിക്കുന്ന കപ്പേളയുടെ സവിശേഷതകളായി എടുത്തു പറയാവുന്നത്, ദിവസത്തിൽ പല പ്രാവശ്യം ദൈവസാന്നിധ്യ സ്മരണ ഉണർത്തുവാനും പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് വിശ്വാസികളെ നയിക്കുന്നതിനുമായി സ്ഥാപിച്ചിരിക്കുന്ന വലിയ ഒരു ക്ലോക്ക് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ അന്തോനീസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച 10 അത്ഭുതങ്ങൾ രൂപകൽപ്പന ചെയ്ത് അൾത്താരയിലും വെന്റിലേഷനുകളിലുമായിട്ട് സ്ഥാപിച്ചിരിക്കുന്നത് വളരെ മനോഹരമായി നിർവഹിച്ചിരിക്കുന്ന ഒരു കലാസൃഷ്ടി കൂടിയാണ്. ഈ വിധത്തിൽ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണത്തോടെ ഈ പ്രാർത്ഥനാ മന്ദിരം അനേകർക്ക് അഭയസ്ഥാനവും അത്താണിയുമായി ദൈവസന്നിധിയിലേക്ക്
ചിന്തകൾ ഉയർത്തുന്നതിന് എല്ലാവരെയും മാടി വിളിക്കുന്ന പ്രകാശഗോപുരമായി നിലകൊള്ളുകയാണ്. ഇതിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച എല്ലാവരെയും ഇടവക കുടുംബം ഒരുമിച്ച് ചേർന്ന് നാനാജാതി മതസ്ഥരായ എല്ലാവരെയും ഈ ആശീർവാദ കർമ്മത്തിലേക്കും തുടർന്നുള്ള സ്നേഹവിരുന്നിലേക്കും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അംഗപരിമിതർക്ക് അനായാസം തിരിതെളിച്ച് പ്രാർത്ഥിക്കുന്നതിന് റോഡ് നിരപ്പിൽ തന്നെ വിശുദ്ധ അന്തോണീസിന്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ഗ്രോട്ടോയും ദിവസത്തിൽ പല പ്രാവശ്യം ദൈവസാന്നിധ്യ സ്മരണയുണർത്താനും പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നതിനുമായി പ്രാർത്ഥനാ മഞ്ജരികൾ പാടുന്ന വലിയൊരു ക്ലോക്കും കപ്പേളയുടെ സവിശേഷതകളാണ്. അകത്ത് വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിലെ 2 അത്ഭുതങ്ങൾ മദ്ഹബയിൽ കൊത്തിവെച്ചിരിക്കുന്നതിനും 8 അത്ഭുതങ്ങൾ സ്റ്റെയിൻ ഗ്ലാസിൽ വെന്റിലേഷനുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നതും പുനർനിർമ്മിച്ചിരിക്കുന്ന കപ്പേളയെ കൂടുതൽ മനോഹരമാക്കുന്നു. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമുട്ടിൽ സിൽക്സ്.